12:30-ക്ക് ളുഹർ ബാങ്ക് കൊടുത്തത് മുതൽ വീട്ടിലുണ്ടായിരുന്നു. ശേഷം 2 മണിക്ക് യാത്രയ്ക്ക് ഇറങ്ങിയ ആൾ ളുഹറും അസറും ജംഉം കസറുമായി അസറിന്റെ സമയത്ത് യാത്രാമധ്യേ നിസ്കരിക്കാമോ? അതോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ളുഹർ നിസ്കരിക്കൽ നിർബന്ധമാണോ എന്നാണ് ശ്രോതാവിന്റെ സംശയം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമസ്കാരം എന്ന് പറയുന്നത് അത് ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും അതിൻ്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത്താണ്. സമയബന്ധിതമായി നിർവഹിക്കേണ്ട ഇബാദത്തായിട്ടാണ് നമസ്കാരത്തെ അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സഹോദരനെ സംബന്ധിച്ചിടത്തോളം 12:30-ക്ക് ബാങ്ക് കൊടുത്തിട്ട് അദ്ദേഹം യാത്ര ചെയ്യുന്നത് 2 മണിക്കാണ് എങ്കിൽ ഈ 2 മണി വരെ ളുഹർ നമസ്കരിക്കാതെ നമസ്കാരത്തെ പിന്തിപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അദ്ദേഹം 12:30-ക്ക് ബാങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ 12:30-ക്ക് തന്നെ ളുഹർ നമസ്കരിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് നിർബന്ധമാണ്, ബാധ്യതയാണ്. ആ ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ ളുഹർ നമസ്കാരം നിർവഹിക്കണം. ഒരു പക്ഷേ അദ്ദേഹം 2 മണിക്ക് യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിലും ഒക്കെ അയാൾ ആ നിസ്കാരത്തിന്റെ സമയമായാൽ ആ സമയത്ത് അയാൾ അവിടെ ഉണ്ട് എങ്കിൽ അയാൾ ആ സമയത്ത് 4 റക്അത്ത് ളുഹർ കൃത്യമായി ആ സമയത്ത് തന്നെ നിർവഹിക്കേണ്ടതുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് അയാൾക്ക് 2 മണിക്ക് യാത്ര പോവുകയാണെങ്കിൽ ആ സമയത്ത് ളുഹർ കഴിഞ്ഞിട്ടുണ്ടാവും, ആ സമയത്ത് പോവുകയും പിന്നീട് അസർ നമസ്കാരത്തിന്റെ സമയമാകുമ്പോൾ അവിടെ ഇറങ്ങിയിട്ട് അദ്ദേഹത്തിന് അസർ 2 റക്അത്ത് ഖസ്റായിട്ട് നമസ്കരിക്കുകയും ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഒരിക്കലും ഖസ്റാക്കിയിട്ട് നിസ്കരിക്കാൻ പാടില്ല എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുക. യാത്ര ആരംഭിച്ചതിന് ശേഷം ഖസ്റാക്കാൻ പാടുള്ളൂ. എന്നാൽ ഇദ്ദേഹത്തിന് 12:30-ക്ക് ബാങ്ക് കൊടുത്തു. ഈ 2 മണി വരെയുള്ള ഇതിന്റെ ഇടയിലുള്ള സമയത്ത് നമസ്കരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്, യാത്രയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തിരക്കുകളോ മറ്റോ കാരണം അദ്ദേഹത്തിന് നമസ്കരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എങ്കിൽ, നിർബന്ധിതമായ ഒരു അവസ്ഥയിൽ നമസ്കരിക്കാൻ ളുഹറിന്റെ സമയത്ത് പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ, ആ യാത്ര ആരംഭിക്കുന്ന സമയത്ത് അത് നിസ്കരിച്ചിട്ടില്ലാത്തൊരു സാഹചര്യവുമാണ് എങ്കിൽ വേണമെങ്കിൽ അദ്ദേഹത്തിന് അസറിന്റെ കൂടെ ജം ചെയ്യാവുന്ന രൂപത്തിൽ അസറിലേക്ക് തഖീറായിക്കൊണ്ട് അത് നിയ്യത്ത് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് യാത്ര ആരംഭിക്കാവുന്നതാണ്. പക്ഷെ അത് നമുക്ക് കഴിയുമെങ്കിൽ ളുഹറിന്റെ മുമ്പ് ഒരാൾ ആ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ്, ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി പോലുള്ള പണ്ഡിതന്മാരൊക്കെ പറയുന്നത്, ഒരാൾ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് അയാൾ ആ സമയത്ത് ഒരു നമസ്കാരത്തിന്റെ സമയത്ത് ഒരു വക്തില് അയാൾ ആ നാട്ടിലുണ്ട് എങ്കിൽ അയാൾ ആ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ആ നമസ്കാരം പൂർണ്ണമായി നിർവഹിക്കുക എന്നുള്ളത് അയാൾക്ക് നിർബന്ധമാണ് എന്നൊക്കെ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 2 മണിക്ക് യാത്ര പോകുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഈ ജം ആക്കിക്കൊണ്ട് അതിനെ തഖീറാക്കാതെ മാറ്റിവെക്കാതെ ളുഹറിന്റെ സമയത്ത് തന്നെ ജമാഅത്തായിട്ടോ അല്ലെങ്കിൽ ജമാഅത്തിന് പോകാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിലും വീട്ടിലാണെങ്കിലും അത് 4 റക്അത്ത് പൂർണ്ണമായിട്ടും ആ സമയത്ത് തന്നെ നിർവഹിക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ യാത്ര ആരംഭിച്ചതിന് ശേഷമുള്ള നമസ്കാരങ്ങൾ അസർ അദ്ദേഹത്തിന് ഖസ്റായിട്ട് 2 റക്അത്ത് നമസ്കരിക്കാം. പിന്നെ മഗ്രിബും ഇശാവും ആണെങ്കിൽ അതിന്റെ ഏതെങ്കിലും സമയത്ത് ജം ആക്കിക്കൊണ്ടും ഇശാ ഖസ്റാക്കി 2 മഗ്രിബിന്റെ കൂടെ ചേർത്തുകൊണ്ട് ജം ആക്കിക്കൊണ്ടും ഖസ്റാക്കിക്കൊണ്ടൊക്കെ നമസ്കരിക്കാവുന്നതാണ് എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു തആല അഅലം.